നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ലോക റെക്കോർഡ് നേട്ടത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ. സ്കൂളിൽ നടത്തിയ ഗ്രീൻ റിച്ച് എക്സ്പോ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചു. നൂറ്റിയേഴാം വാർഷിക നിറവിൽ ചേർപ്പ് CNN സ്കൂളുകൾ. പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ച വാർഷികാഘോഷം ചലച്ചിത്ര താരം ദേവൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവർത്തന ഇടങ്ങളോടുകൂടിയ അന്താരാഷ്ട്ര മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ വർണ്ണത്തുമ്പികൾ സജ്ജമായി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ലോക പച്ചക്കറി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പച്ചക്കറി വിഭവങ്ങളുടെ പ്രദർശനം ഗ്രീൻ റിച്ച് എക്സ്പോ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചു. 66 പച്ചക്കറി ഇനങ്ങൾ ഉപയോഗിച്ച് 1026 ഭക്ഷ്യവിഭവങ്ങളാണ് രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികൾ ഒരുക്കിയിരുന്നത്. ജങ്ക് ഫുഡിന്റെ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന യുവതലമുറയെ പച്ചക്കറി വിഭവങ്ങളുടെ രുചി വൈവിധ്യത്തെ പരിചയപ്പെടുത്തുന്ന പ്രദർശനമായിരുന്നു ഗ്രീൻ റിച്ച് എക്സ്പോ. ഭക്ഷണശീലങ്ങളിൽ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാനുള്ള ആഹ്വാനം കൂടിയായിരുന്നു ഈ പ്രദർശനത്തിലൂടെ കുട്ടികൾ സമൂഹത്തിന് നൽകിയ സന്ദേശം. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് ഹെഡ് മാസ്റ്റർ സ്റ്റെനി ചാക്കോയും അധ്യാപകരും കുട്ടികളും PTA അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി. ഇതോടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിക്കുന്ന ചുരുക്കം പൊതുവിദ്യാലയങ്ങളിൽ ഒന്നായി മാറി അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ. 107ാം വാർഷിക നിറവിൽ ചേർപ്പ് CNN സ്കൂളുകൾ. പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ച വാർഷികാഘോഷം ചലച്ചിത്ര താരം ദേവൻ ഉദ്ഘാടനം ചെയ്തു. അച്ഛനിൽ നിന്ന് അമ്മയിൽ കിട്ടിയിട്ടുള്ള ഈ രാഷ്ട്രസ്നേഹം തന്നെയാണ് എൻ്റെ ആത്മീയതയ്ക്ക് എല്ലാത്തിനും കാരണം എൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ പുറം ലോകത്തെ എന്നെ കാണിച്ചത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഈ രാഷ്ട്രസ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പട്ടാളത്തിൽ ചേരണം എന്നുള്ള ഒരു മോഹം എനിക്കുണ്ടായത്. ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയാൻ കാരണം നിങ്ങൾ കുട്ടികളോടാണ്, ഇവരോടല്ല, മുതിർന്നവരോടല്ല, എൻ്റെ പ്രിയപ്പെട്ട കുട്ടി സുഹൃത്തുക്കളോടാണ്. അങ്ങനെ ഞാൻ SSLC പഠിക്കുമ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ചേരാനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു. അതിൽ തോറ്റു. PDക്ക് പഠിക്കുമ്പോൾ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ, അതിലൊരു സീറ്റിന് വേണ്ടി ശ്രമിച്ചു. അതിലും തോറ്റു. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടില്ല. ഞാൻ പിന്നെയും ഷോർട്ട് സർവീസ് കമ്മീഷൻ ഇന്ത്യൻ ആർമി അതിനുവേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി ചെന്നൈ പോയി. അതിലും തോറ്റു. അതിനുശേഷമാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ വഴി കണ്ടെത്താനുള്ള ശ്രമം. പൂർവ്വ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഗമം, അധ്യാപക അനധ്യാപക രക്ഷാകർതൃ സംഗമം, യാത്രയപ്പ് സമ്മേളനം, കലാപരിപാടികൾ, പൈതൃകം എക്സിബിഷൻ തുടങ്ങി വിപുലമായ പരിപാടികളോടെയാണ് 107ാം വാർഷികാഘോഷം CNN സ്കൂളുകൾ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ AR പ്രവീൺകുമാർ, ഹൈസ്കൂൾ മലയാളം അധ്യാപിക T വനിതാ റാണി, CNN BHS ക്ലർക്ക് KR സതീശൻ, CNN GHSS ക്ലർക്ക് PK വത്സൻ എന്നിവർക്കുള്ള യാത്രയയപ്പും നടത്തി. ചടങ്ങിൽ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കൂടുതൽ എന്ത് മത്സരം നടന്നാലും അതിപ്പോ വിദ്യാഭ്യാസപരമായാലും കായികപരമായാലും കലാപരമായാലും ഏത് ഇനത്തിൽ മത്സരിച്ചാലും നമുക്ക് ചേർപ്പിനെന്നും അഭിമാനിക്കാവുന്ന രീതിയിലാണ് തൃശ്ശൂർ ഉപജില്ലയിലെയും അതുപോലെ അവിടെ നിന്ന് ജില്ലാതലമായാലും സ്റ്റേറ്റ് തലമായാലും എവിടെയായാലും CNN സ്കൂൾസ് സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടി വരുന്നത്. അതിന് ശരിക്കും നല്ലൊരു പിന്തുണയുമായി നിൽക്കുന്ന ഇവിടുത്തെ നല്ല ഒരു മാനേജ്മെന്റ്, ഏതൊരു സ്കൂളിന്റെയും നട്ടെല്ലാണ് നല്ലൊരു മാനേജ്മെന്റ്. ഇൻസ്റ്റലേഷൻ ആർട്ടിസ്റ്റും കൊച്ചിൻ മുസ്ലിസ് ബിനാലെ കോ ഫൗണ്ടറുമായ റിയാസ് കോമു മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉപഹാര സമർപ്പണവും എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KG അച്യുതൻ മാസ്റ്റർ, തൃശൂർ DEO ഡോക്ടർ A അൻസാർ, സഞ്ജീവനി സൗമിതി ഊരകം സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ,
CNN GHSS ഹെഡ് മാസ്റ്റർ EP ഉണ്ണികൃഷ്ണൻ, CNN GLP സ്കൂൾ ഹെഡ് മാസ്റ്റർ AR രാജീവ് കുമാർ, CNN BHS PTA പ്രസിഡന്റ് AJ ഹരികുമാർ, CNN GHS PTA പ്രസിഡന്റ് സിജു ബാലകൃഷ്ണൻ, CNN BLPS PTA പ്രസിഡന്റ് KN പ്രസാദ്, CNN GLPS PTA പ്രസിഡന്റ് സയന പ്രവീൺ, പൂർവ്വ അധ്യാപക പ്രതിനിധി CS സുമതി ടീച്ചർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി C വിജയൻ, AR പ്രവീൺ കുമാർ, T വനിതാ റാണി, KR സതീശൻ, PK വത്സൻ, KK ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവർത്തന ഇടങ്ങളോടുകൂടിയ അന്താരാഷ്ട്ര മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ വർണ്ണത്തുമ്പികൾ സജ്ജം. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അഡ്മിഷൻ ഫോം വിതരണവും MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇവിടെ സർവശിക്ഷ അഭിയാൻ്റെ സമഗ്ര ശിക്ഷ കേരളയുടെ 10 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ 5 ലക്ഷം രൂപയും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4,90,000 രൂപയും അങ്ങനെ ഏകദേശം 20 ലക്ഷം രൂപയോളം ചെലവ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഈ മനോഹരമായ വർണ്ണക്കൂടാരം, വർണ്ണത്തുമ്പികൾ മോഡൽ പ്രീ പ്രൈമറി അന്താരാഷ്ട്ര സ്കൂൾ എന്ന നിലയിലുള്ള ഒരു മികച്ച ഒരു സ്കൂൾ പരിസരം നാം ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കണമെന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതിനോടനുബന്ധിച്ചുള്ള നിരവധി ഭൗതിക പശ്ചാത്തലങ്ങൾ ഒരുക്കിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും തുടരുകയാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷനായിരുന്നു. ലോകോത്തര നിലവാരമുള്ള ഒരു ശിശു സൗഹൃദ പ്രീ പ്രൈമറി എന്നുള്ള ആശയം നമ്മളിവിടെ സബലീകരിക്കുകയാണ്. നേരത്തെ ഈ പുതിയ കെട്ടിടത്തിൽ 2 ക്ലാസ് മുറികൾ ഈ പ്രീ പ്രൈമറിക്ക് നൽകണം എന്ന് പറഞ്ഞപ്പോൾ വളരെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. കാരണം ഈ പുതിയ കെട്ടിടത്തിൽ തന്നെ വേണോ ഈ ചെറിയ കുട്ടികളുടെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായിട്ടുള്ള നമ്മുടെ പ്രീ പ്രൈമറിയുടെ കുട്ടികൾക്ക് ഈ ക്ലാസ് മുറി തന്നെ വേണോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ടുള്ള തീരുമാനത്തിലൂടെ ആ ആശങ്ക ശരിയല്ല. ഏറ്റവും ആധുനികമായിട്ടുള്ളതും ഏറ്റവും സുരക്ഷിതത്വത്തോടു കൂടിയിട്ടുള്ള ക്ലാസ് മുറികൾ പ്രീ പ്രൈമറി കുട്ടികൾക്ക് തന്നെ ലഭ്യമാക്കണം എന്നുള്ള വാശിയോട് കൂടിയിട്ടുള്ള മുന്നേറ്റമാണ് നമ്മളിത് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തത്. തൃശൂർ SSK DPC NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ശില്പി രവീന്ദ്രൻ, ചിത്രകാരൻ സിജേഷ്, സ്റ്റേറ്റ് ലെവൽ ട്രിപ്പിൾ ജമ്പ് സിൽവർ മെഡൽ ജേതാവ് PS കർണൻ, സ്കൂൾ പ്രതിഭകൾ എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി. പ്രധാനാധ്യാപിക MK ജിജി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്ധ്യാകുട്ടൻ, TK ശങ്കരനാരായണൻ, PS നിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TB സുബ്രഹ്മണ്യൻ, രതി ദേവി, സരിത വിശ്വൻ, KV പ്രിയ, VK രാജൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MV സുനിൽകുമാർ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ NK രമേശ്, ചേർപ്പ് BRC BPC സുരേഷ് കുമാർ, BRC ട്രെയിനർ MK ഹരിലാൽ, SMC ചെയർമാൻ NN വിജയൻ, NT ശങ്കരൻ, VA വിജയൻ, രാമൻകുട്ടി മാസ്റ്റർ, P പ്രസാദ്, ദീപ്തി ഡേവിസ്, AC ബിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ഞാൻ ഈ പറഞ്ഞ സമാനതകളുള്ളത്. എങ്ങനെയാണ് ബിൽക്കിസ് ബാനുവിന് ഈ നിരന്തരമായ കൊടും ക്രൂരതകൾക്ക് പാത്രീഭവിക്കേണ്ടി വന്നത്? നമുക്കറിയാം, സബർമതി എക്സ്പ്രസിൽ ഉണ്ടായ കൂട്ടക്കൊലപാതകത്തിന്റെ അനന്തരഫലമെന്ന് പറയുന്നത് ഗുജറാത്തിലെ തെരുവീതികളിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ 3 വയസ്സുള്ള ഒരു പിഞ്ചു കുട്ടിയെ അവിടെയുള്ള ഒരു കരിങ്കല്ലിൽ തലയടിച്ച് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി. സ്വന്തം മകളുടെ കൊലപാതകം സ്വന്തം കണ്ണുകൊണ്ട് നോക്കി നിൽക്കേണ്ടി വന്ന നിസ്സഹായയായ ഒരു അമ്മയുടെ പോരാട്ടം. സ്വന്തം ഭർത്താവ് യാക്കൂബ് തുടർച്ചയായി അവർക്ക് കൊടുത്തുള്ള പിന്തുണയുടെ ഫലമായി നടത്തിയ പോരാട്ടം. ബ്ലോക്ക് പ്രസിഡന്റ് ഷിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ അശോകൻ, CK വിനോദ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ്, മണ്ഡലം പ്രസിഡന്റുമാരായ KR ചന്ദ്രൻ, KP അനൂപ്, ഷൈജു സായിറാം, VK വിനോദ് കുമാർ, MK ഉണ്ണികൃഷ്ണൻ, M സുജിത് കുമാർ, ബാലു കനാൽ, MM അബൂബക്കർ, CM പരമശിവൻ, PK ഇബ്രാഹിം, AS ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ മികവ് ഉത്സവം സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ധാർമ്മികമായ ചുമതല നമ്മുടെ ഒരു പ്രസ്ഥാനം പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഏറ്റെടുക്കുകയാണ്. പഴയകാല ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പൂർണ്ണമായി തുടർന്നും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് അനുകൂലമായ ഒരു സർക്കാർ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾക്ക് അവിടെ വിദ്യാഭ്യാസപരമായും എന്തൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും എന്നാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ കഴിഞ്ഞ ദിവസം ചിറക്കൽ ഭാഗത്ത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു സ്കൂളിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുകയുണ്ടായി. പഴയകാലത്ത് നമ്മുടെ പാഠപുസ്തകത്തിൽ വായിച്ചിട്ടാണ്. പാർളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് ഹരി P നായർ മുഖ്യാതിഥിയായിരുന്നു. MLAക്കുള്ള സ്നേഹാദരവും മികച്ച PTA ആദരവും LSS പ്രതിഭകൾക്കുള്ള ആദരവും എൻഡോമെന്റ് വിതരണവും ചടങ്ങിൽ നടന്നു. പ്രധാനാധ്യാപിക TK ശ്രീജ, CA ഷീജ, PTA വൈസ് പ്രസിഡന്റ് റോസ്മേരി അബീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാനന്ദനൻ, ജെയിംസ് P പോൾ, K പ്രമോദ്, ഉപജില്ലാ AO MV സുനിൽകുമാർ, ചേർപ്പ് BPC K സുരേഷ് കുമാർ, MPTA പ്രസിഡന്റ് സുമിത സുരേഷ്, സ്കൂൾ ലീഡർ അനാമിക P അനിൽ, PTA പ്രസിഡന്റ് CS സുനിൽ എന്നിവർ സംസാരിച്ചു. ജ്യോതിപ്രദായക ജഗദീശ്വര അവചരണം ശരണം ജീവദായക പ്രഭുവരണേ സച്ചിദാനന്ദ ഗുരുവരണേ ജീവദായക പ്രഭുവരണേ സച്ചിദാനന്ദ ഗുരുവരണേ അവചരണം ശരണം ശരണം കരുണാമയ സാഗരമേ അവചരണം ശരണം ശരണം കരുണാമയ സാഗരമേ. ചേർപ്പ് സരസ്വതി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷ മുന്നൊരുക്കം സംഘടിപ്പിക്കുന്നു. SSLC +1, +2 പൊതുപരീക്ഷകൾക്ക് മുന്നോടിയായാണ് വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ മുന്നൊരുക്കം നടത്തുന്നത്. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ മുന്നൊരുക്ക പരിപാടിയിൽ പങ്കെടുക്കാം. ജനുവരി 13 ആരംഭിച്ച് ഫെബ്രുവരി 13 അവസാനിക്കുന്ന രീതിയിലാണ് മുന്നൊരുക്ക പരീക്ഷകൾ സംഘടിപ്പിക്കുക. നടത്തറയിൽ നിന്നും 11 ഗ്രാം MDMA കണ്ടെത്തിയ കേസിൽ 1 വർഷത്തോളമായി ഒളിവിലായിരുന്ന പ്രതിയെ എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. പട്ടാളക്കുന്ന് സ്വദേശി തേറമ്പത്ത് 23 വയസ്സുള്ള വിഷ്ണുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ SS സച്ചിന്റെ നേതൃത്വത്തിൽ എടമുട്ടം പാലപ്പെട്ടിയിൽ നിന്ന് 1.042 ഗ്രാം MDMAയുമായി എസൻപുരം സ്വദേശി നീരജിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് തൃശൂർ നടത്തറ പ്രദേശത്ത് എക്സൈസ് സംഘം പരിശോധന നടത്തി. അവിടെ വെച്ച് ബൈക്കിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്ന 10.068 ഗ്രാം MDMA കണ്ടെത്തി. മടക്കത്തറ സ്വദേശി കലിയത്ത് വീട്ടിൽ 29 വയസ്സുള്ള സച്ചിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ കൂടെയുണ്ടായിരുന്ന വിഷ്ണു
എക്സൈസുകാരെ വെട്ടിച്ച ബൈക്ക് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ഇപ്പോൾ 11 മാസങ്ങൾക്ക് ശേഷമാണ് വിഷ്ണു പിടിയിലാകുന്നത്. വാടാനപ്പള്ളി റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജ്, എക്സൈസ് ഇൻസ്പെക്ടർ SS സച്ചിൻ, ഫൽഗുനൻ, വിനോജ്, പ്രിയ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നാട്ടിക ഈയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാചരണത്തിനും ഉത്സവത്തിനും ഞായറാഴ്ച കൊടിയേറും. ഈ മാസം 22 വരെയാണ് ആഘോഷ പരിപാടികളെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 8:30 പൊങ്കാല മഹോത്സവം നടക്കും. ചൊവ്വാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം ഉത്സവത്തിന് കൊടിയേറും. ഉത്സവ ദിനമായ 21 ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടക്കുന്ന ശിവേലി എഴുന്നള്ളിപ്പിൽ 5 ആനകൾ അണിനിരക്കും. ഗുരുവായൂർ ഇന്ദ്രസെൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈക്കം ചന്ദ്രൻ മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകും. വൈകിട്ട് 3:30 നടക്കുന്ന കാഴ്ച ശിവേലിക്ക് പഞ്ചവാദ്യവും തിരുവല്ല രാധാകൃഷ്ണൻ മാരാർ നയിക്കുന്ന പാണ്ടിമേളവും അകമ്പടിയേകും. രാത്രി പള്ളിവേട്ടയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തോടെയും താലപ്പൊലിയോടെയും 5 ആനകളോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കും. ഈ മാസം 22 തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും ആറാട്ടുകഞ്ഞി വിതരണത്തിനും ശേഷം പഞ്ചവാദ്യവും അത്താഴപൂജയ്ക്ക് ശേഷം വലിയ ഗുരുതിയും നടക്കുമെന്ന് EK സുരേഷ് ഇയാനി, EN പ്രദീപ് കുമാർ, സ്നിതീഷ് ന്യായക്കാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പടിയിൽ ചവിട്ടി കയറുമ്പോഴേക്കും ബസ് മുന്നോട്ടെടുത്തതോടെ പിടിവിട്ട് റോഡിലേക്ക് തെറിച്ചു വീണ് വീട്ടമ്മയ്ക്ക് പരിക്ക്. തൃശൂർ എറവ് കപ്പൽപ്പള്ളിക്ക് സമീപം നീലങ്കാവിൽ നീതുവാണ് അപകടത്തിൽപ്പെട്ടത്. അപകട വിവരമറിഞ്ഞിട്ടും നിർത്താതെ പാഞ്ഞ ബസിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകി. എറവ കപ്പൽപ്പള്ളിക്ക് സമീപത്ത് വെച്ച നീലങ്കാവിൽ ജോഷിയുടെ ഭാര്യ നീതു ബസ്സിന് കൈകാണിച്ചു. സ്വകാര്യ ബസ് മുന്നിലേക്ക് കയറ്റി നിർത്തിയതിനാൽ പുറകിലെ വാതിലിലൂടെ കയറാനാണ് നീതു ശ്രമിച്ചത്. കമ്പിയിൽ കൈപിടിച്ച് ഒരു കാൽ പടിയിൽ വെച്ച് കയറുമ്പോഴേക്കും ബസ് മുന്നോട്ടെടുത്തു. പിടിവിട്ട നീതു റോഡിലേക്ക് തെറിച്ചു വീണു. വീണത് കണ്ടിട്ടും ബസ് നിർത്താതെ പാഞ്ഞുവെന്ന് നീതു പറയുന്നു. നീതുവിന്റെ കാൽമുട്ടിന് പരിക്കേറ്റു. തിരിച്ച് വീട്ടിലെത്തിയാണ് നീതു പ്രാഥമിക ശുശ്രൂഷ നടത്തിയത്. ബസ് സ്റ്റോപ്പിലെത്തിയിരുന്നില്ല, അതിന് മുന്നേ നിർത്തിയെന്നു ഇടയിൽ. അപ്പം നമ്മൾ പിന്നിക്കോട അവർ കയറാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നിക്കോട കയറി. പിന്നിക്കോട കയറിയപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഒരു കാലെടുത്ത് വെച്ച് വഴിക്ക് തന്നെ വണ്ടി എടുത്തപ്പോൾ ബാലൻസ് തെറ്റിയിട്ട് ഞാൻ തെറിച്ച് വീണു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബസ്സുകാർ നമ്മളൊന്നും മൈൻഡ് ചെയ്യാണ്ട് ബസ് എടുത്ത് പോയി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പറ്റാണ്ട് തിരിച്ചു പോരാ ചെയ്തത്. തുടർന്ന് അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. പൊതുജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്ന് ആക്ഷേപമുണ്ട്. 2 മാസം മുൻപ് പ്രദേശത്ത് സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനായ എറവ് ആറാംകല്ല് ചാലാപ്പിള്ളി 25 വയസ്സുള്ള സൗരവ് മരിച്ചിരുന്നു. അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് മുന്നിൽ പോയിരുന്ന കാറിനെ അശ്രദ്ധമായി മറികടന്നതാണ് ബൈക്ക് യാത്രക്കാരന്റെ ജീവനെടുക്കാൻ ഇടയാക്കിയത്. റോഡിൽ മത്സരിച്ചോടുന്ന സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ചെറുവാഹനങ്ങളും കാൽനട യാത്രക്കാരും ജീവൻ കയ്യിൽ പിടിച്ചാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മണലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗം LDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പിലാക്കേണ്ട മെറ്റീരിയൽ പ്രവൃത്തികൾക്ക് 2 വർഷമായിട്ടും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ടെൻഡർ നടപടികളുണ്ടായ വീഴ്ചയാണ് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. മെമ്പർമാരെ വിഡ്ഢികളാക്കുന്ന നിലപാടാണ് സെക്രട്ടറിയും പ്രസിഡന്റും സ്വീകരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ആരോപിച്ചു. LDF അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, ഷേളി റാഫി, ഷാനി അനിൽകുമാർ, ധർമ്മൻ പറത്താട്ടിൽ, സിമി പ്രദീപ്, ബിന്ദു സതീഷ്, സിജു പച്ചാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. പെരുമ്പിള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണ ഊട്ട് ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ മുതൽ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 11 പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും. പെരിഞ്ചേരി പൂക്കാട്ടുപറമ്പിൽ നാരായണന്റെ ഭാര്യ ലക്ഷ്മി നിര്യാതയായി. 86 വയസ്സായിരുന്നു. വിജയകുമാരി, ജയശ്രീ, സുരേഷ്, സുധീഷ്, രാജനാരായണൻ, മഞ്ജു എന്നിവർ മക്കളും. ശശിധരൻ, നന്ദൻ, സീമ, സുധ, ധന്യ, രാജേഷ് എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക റെക്കോർഡ് നേട്ടത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ. സ്കൂളിൽ നടത്തിയ ഗ്രീൻ റിച്ച് എക്സ്പോ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചു. 107ാം വാർഷിക നിറവിൽ ചേർപ്പ് CNN സ്കൂളുകൾ.
പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ച വാർഷികാഘോഷം ചലച്ചിത്ര താരം ദേവൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവർത്തന ഇടങ്ങളോടുകൂടിയ അന്താരാഷ്ട്ര മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ വർണ്ണത്തുമ്പികൾ സജ്ജമായി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.